SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിന്റെ വർഗീയ മുഖം തുറന്നുകാട്ടി നടത്തിയ വിമർശനങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. UDF അധികാരത്തിൽ വരേണ്ടത് 9.5 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിൻ്റെ കുറവ് പരിഹരിക്കാനും മുസ്ലിങ്ങൾക്ക് മുതൽക്കൂട്ടാകാനുമാണെന്നാണ് ലീഗ് നേതാവ് KM ഷാജി പ്രസംഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി ലീഗിനെ സംബന്ധിക്കുന്ന പല അപ്രിയ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. ഇത് പറയാൻ തെരഞ്ഞെടുത്ത സമയത്തോട് വിയോജിപ്പുള്ളവർക്ക് പോലും ലീഗിനെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് 100% സത്യമാണ് എന്ന് സമ്മതിക്കേണ്ടി തന്നെ വരും. മതരാഷ്ട്രത്തിൽ കുറഞ്ഞ യാതൊന്നുമല്ല മുസ്ലിം ലീഗിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ലീഗ് രൂപം കൊണ്ടത് തന്നെ ഇതിനു വേണ്ടിയാണ് എന്ന് അവർ രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാൻ നേടിയെടുത്തതിൽ നിന്നും തന്നെ വ്യക്തമാണ്. അധികാരവും സമ്പത്തും കൈക്കലാക്കി ഇനിയും ഒരു രാഷ്ട്ര വിഭജനം ഈ പാർട്ടി മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലിക സംഘടനകളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഭീകര സംഘടനകളിൽ നിന്നും ലീഗ് ഒരിക്കലും വ്യത്യസ്തമല്ല. വ്യത്യസ്തമാണ് എന്ന് ലീഗ് നേതാക്കളും അവരെ പ്രീണിപ്പിക്കുന്നവരും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ്. ലീഗിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായും ഭരണപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ രംഗത്ത് വരുന്നത് വലിയ കാര്യം തന്നെയാണ്. മതത്തിൻ്റെ ശക്തി കൊണ്ട് സാമൂഹ്യനീതി അട്ടിമറിക്കുന്നതിൽ ലീഗ് വലിയ പങ്കാണ് വഹിക്കുന്നത്. മുസ്ലിം ലീഗിനെ കുറേ കാലമായി കൊണ്ടു നടക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനെ കൊണ്ടു നടക്കുന്നത് ലീഗാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. ബ്രിട്ടീഷുകാരുമായി ചേർന്നുള്ള ഗൂഢാലോചനയിലൂടെയും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലൂടെയും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനെയും പോലുള്ള കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ നേടിയെടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. ലീഗ് ചത്ത കുതിരയാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ഓർക്കാറ് പോലുമില്ല. ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ലീഗ് നേതാക്കളെക്കാൾ ഉച്ചത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ലീഗിൻ്റെ തനിനിറം തുറന്നു കാട്ടുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കാൻ അവഗണിക്കപ്പെടുന്ന എല്ലാ ഹിന്ദുക്കൾക്കും ബാധ്യതയുണ്ട്. കോൺഗ്രസിനെ പ്രതികൂട്ടിൽ കയറ്റിയാണ് വിമർശനമെങ്കിലും വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പൂസ്തലന്മാരായ ലീഗ് നാളെ ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല എന്നുള്ളത് തന്നെയാണ്. അത്ഭുതപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള നിലയ്ക്ക് ലീഗിൻ്റെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും മതവിഭാഗീയതയുടെയും പേരിൽ അവർക്ക് മലപ്പുറം ജില്ല നൽകിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും EMS നമ്പൂതിരിപ്പാടിൻ്റെ ഇടതു സർക്കാരുമാണ്. പിൽക്കാലത്തും ലീഗിൻ്റെ ദേശവിരുദ്ധ മുഖം മറച്ചുവെച്ച് അവരെ ഇടതു പാർട്ടികൾ അധികാര പങ്കാളിയാക്കി. ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് പിളർത്തി ഇബ്രാഹിം സുലൈമാൻ സേട്ട് രൂപീകരിച്ച പാർട്ടിയായ INL ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമാണ്. ലീഗിൻ്റെ വർഗീയതയെ തള്ളിപ്പറഞ്ഞതല്ല INL ഉണ്ടായത്. അതിന് തീവ്രത പോരാ എന്നാണ് അന്നും ഇന്നും INL നിലപാട്. ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ ലീഗ് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ലീഗിനെ മുന്നണിയിലെടുക്കാൻ CPM-നും മോഹമുണ്ട്. ഇതിനുവേണ്ടി പല അണിയറ നീക്കങ്ങളും നടക്കുന്നുമുണ്ട്. ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് കരുതിയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇടതുമുന്നണിക്കൊപ്പം ലീഗ് പോകാത്തതും.